നമസ്കാരം. നിലവിൽ ഒരു യുദ്ധ സാഹചര്യമാണ് നമുക്ക് ചുറ്റുമുള്ളത്. അത് ലോകത്തെ മൊത്തവും ബാധിച്ചിരിക്കുകയാണ്. നാം ഇവിടെ പറയുന്നത് ഇസ്രായേൽ ഇറാനുമായിട്ടുള്ള യുദ്ധമാണ് നിലവിൽ ഉള്ളത്. ഇത് ഒരു വലിയ പ്രതിസന്ധിയാണ്. ഇത് സമാധാനത്തിലേക്ക് എങ്ങനെ നമുക്ക് ഇതിനെ കൊണ്ടുപോകാം, സമാധാനം എങ്ങനെ ഉണ്ടാകും എന്ന ഒരു ചർച്ച NTV ന്യൂസ് നിങ്ങൾക്ക് കാഴ്ചവെക്കാൻ ആഗ്രഹിക്കുന്നു. നമുക്ക് സമാധാനം എങ്ങനെ ഉണ്ടാവും എന്ന് നോക്കാം. ചില മുഹൂർത്തങ്ങൾ, ചില പരീക്ഷണങ്ങൾ, എന്നിൽ ഞാൻ എന്നെ തന്നെ തിരയുന്ന നിമിഷങ്ങൾ, അവിടെയൊക്കെ എന്നിൽ ആത്മവിശ്വാസം നിറയ്ക്കുന്ന പുഞ്ചിരി. ചുങ്കത് ഗോൾഡ്, പ്രഷ്യസ് ലൈക്ക് മീ. ചർച്ചയിൽ പങ്കെടുക്കുന്നത് എൻ്റെ ബാല്യകാല സുഹൃത്ത്. കഴിഞ്ഞ 20 വർഷത്തോളമായി ഞങ്ങൾ തമ്മിലുള്ള സൗഹൃദമുണ്ടായത്. സുഹൃത്തായ എഞ്ചിനീയർ ഷിബു മനോഹറിനോടൊപ്പമാണ്. ഞങ്ങൾ 2 മതസ്ഥരാണ്. ഞാൻ ക്രിസ്ത്യാനിയും അദ്ദേഹം ഹിന്ദുവുമാണ്. അപ്പോൾ ഞങ്ങൾക്ക് ഈ മതത്തിൽ തന്നെ ഡിനോമിനേഷൻസും ഉണ്ട്. ഇവിടെ മതം പറയുന്നത് ഞങ്ങൾ രണ്ടുപേരും മതത്തിൽ വിശ്വസിക്കുന്നവരല്ല, മനുഷ്യരിൽ വിശ്വസിക്കുന്നവരാണ്. മനുഷ്യനെ ഉറ്റുനോക്കി മനുഷ്യനാണ് പ്രാധാന്യം അർഹപ്പെട്ടതെന്ന് ചിന്തിക്കുന്നവരാണ്. ഇപ്പോഴത്തെ വിഷയം ഈ യുദ്ധം നടക്കും. ഇസ്രയേലും ഇറാനും തമ്മിലുള്ള യുദ്ധം. ഇത് പെട്ടെന്നുണ്ടായതൊന്നുമല്ല. ഇതൊരു വലിയ വിഷയമാണ്. ഇതിൽ പലരും പല രീതിയിൽ ചർച്ച ചെയ്യുന്നുണ്ട്. നിഷ്പക്ഷമായിട്ട് നമുക്കിതിനെ എങ്ങനെ നോക്കാമെന്നുള്ളതാണ് കാണേണ്ടത്. പല യൂട്യൂബ് മേഖലകളിലും സോഷ്യൽ മീഡിയയിലെല്ലാം പല രീതിയിൽ കാര്യങ്ങൾ ഇങ്ങനെ തള്ളിവിടുന്നുണ്ട്. ചിലർ മുസ്ലിം പക്ഷം പിടിക്കുന്നു, ചിലർ ക്രിസ്ത്യൻ പക്ഷം പിടിക്കുന്നു, ചിലർ പല പല പക്ഷങ്ങളും പിടിക്കുന്നു. നമ്മൾ ചർച്ച ചെയ്യേണ്ടത് ഇവിടെ എങ്ങനെ സമാധാനം ഉണ്ടാവും. ഒരു ചർച്ച നമ്മുടെ സുഹൃത്തിനോടൊപ്പം നോക്കാം. ഞാൻ ചോദിക്കുന്നത്, ഇപ്പോൾ 2 അയൽക്കാർ തമ്മിൽ വഴക്കിടുന്നു. ഒരിടത്ത് നീതിയുണ്ട്, ഒരിടത്ത് അനീതിയുണ്ട്. ഒരാളുടെ പക്ഷം നീതിയുണ്ട്, ഒരാളുടെ പക്ഷം അനീതിയുണ്ട്. അപ്പോൾ 2 അയൽക്കാർ തമ്മിൽ വഴക്കിടും. കാലാകാലമായിട്ട് ഈ വഴക്ക് ആരെ ബാധിക്കുന്നു? പരിസരത്ത് ജീവിക്കുന്നവർക്കെല്ലാം ഇത് സ്വാഭാവികമായിട്ട് ബാധിക്കും. ഇവിടെ ഈ യുദ്ധം, ഇസ്രയേലും ഇറാനും തമ്മിലുള്ള യുദ്ധം ലോകം മൊത്തം ബാധിച്ചിരിക്കുകയാണ് ഇപ്പോൾ. അപ്പോൾ ഇതൊരു യുദ്ധത്തിന് കാരണമായി. ഖമേനിയെ വധിച്ചു, ഒരുപാട് പേരെ വധിച്ചു, കുട്ടികൾ തന്നെ ഒരുപാട് പേര് മരിച്ചു. ഇവിടെ എൻ്റെ ചോദ്യം, ഈ നീതിയും അനീതിയും തമ്മിലുള്ള ഒരു സംഘർഷത്തിൽ നമുക്ക് സമാധാനം എങ്ങനെ ഉണ്ടാവും എന്നുള്ളൊരു ചോദ്യം ഉണ്ട്. അതോടൊപ്പം ഒന്ന് ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്. ഞാൻ ഈ കഴിഞ്ഞ ഇടയ്ക്ക് കവടിയാർ കൊട്ടാരത്തിൽ തമ്പുരാട്ടിയായിട്ട് ഇതിനെക്കുറിച്ച് സംസാരിച്ചു. അപ്പോൾ തമ്പുരാട്ടി എൻ്റെ അടുത്ത് പറയുണ്ടായി, പൂയൻ തിരുനാൾ തമ്പുരാട്ടി അവർ എന്നോട് പറയണ്ടായി, ഏതെങ്കിലും ഒന്നിനെ അങ്ങ് അടിച്ചു തീർക്കണം, സ്റ്റോപ്പ് ആവണം മൊത്തത്തിൽ. അങ്ങനെ പോയാൽ സമാധാനം ഉണ്ടാവും. അല്ല, ഇതിനകത്ത് ഞാൻ നോക്കിയെടുത്തോളം നമ്മൾ മുമ്പ് ഈ നീതിയും അനീതിയുടെയും കാര്യം പറഞ്ഞല്ലോ. ഈ 2 പക്ഷക്കാരുണ്ട്. നമ്മൾ മുമ്പ് പറഞ്ഞല്ലോ, 2 പക്ഷക്കാർ. നീതിയുടെ ഭാഗത്ത് നിന്നിട്ട് നീതി സംസാരിക്കുന്നവരുമുണ്ട്. ഈ നീതിയുടെ ഭാഗത്ത് നിന്നിട്ട് അനീതിയുടെ ഭാഗമായിരിക്കും ഒരാൾ സംസാരിക്കുന്നത്, പക്ഷേ നീതിയുടെ ഭാഗത്ത് നിന്നുകൊണ്ട് സംസാരിക്കും. അങ്ങനെ പറഞ്ഞ മനസ്സിലായി? പല രീതിയിലായിരിക്കും സംസാരിക്കുന്നത്. മുമ്പേ പറഞ്ഞ കണക്ക് മനുഷ്യനായിട്ട് ജീവിക്കാൻ ശ്രമിക്കാൻ, സമൂഹത്തിനോട് കടപ്പാടോടുകൂടി ജീവിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാലും ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടാകത്തില്ല. ഇവിടെ എപ്പോഴും പ്രശ്നം വരുന്നത് എവിടെയാ? മതത്തിലോട്ട് പോകുമ്പോഴാണ്. ഇവിടെ മതം പ്രശ്നം യൂസ് ചെയ്യുക. പ്രശ്നത്തില മനുഷ്യനെ തകർക്കാൻ മതം യൂസ് ചെയ്യുക. മനുഷ്യൻ തന്നെ യൂസ് ചെയ്യുക.
എല്ലാം സൃഷ്ടിക്കുന്നത് ഇവര് തന്നെയാണല്ലോ, ഇവര് തന്നെയാണ്, വേറെ ആരും ആരുമില്ല. അതാണ് ഇത്രയും കൊലപാതകവും കാര്യങ്ങളും ഉണ്ടാവുന്നത്. ഇത് നമ്മൾ തന്നെ സൃഷ്ടിച്ചിട്ട്, മനുഷ്യൻ തന്നെ സൃഷ്ടിച്ചിട്ട് ഇത് സൃഷ്ടാവ് വേറെ എന്നുള്ള രീതിയിൽ കൊണ്ടുവയ്ക്കുന്നു. അവിടാണ് നമ്മളെ ചർച്ച. മനുഷ്യൻ സൃഷ്ടിച്ചിട്ട് സൃഷ്ടാവ് വേറെ. യെസ്, അതാണ് പോയിന്റ്. അതാണ് പോയിന്റ്. അപ്പോൾ ഇവിടെ ഇപ്പൊ നിലവിൽ നമുക്ക് ഇസ്രയേലും ഇറാനും തമ്മിൽ യുദ്ധം നടക്കും. ഇതിന്റെ ഡെപ്തുകൾ നമ്മളെല്ലാം മാധ്യമ വാർത്തകളിലും മാധ്യമ ഇതിലെല്ലാം നിങ്ങൾ അറിയുന്നുണ്ട് ഡെപ്തുകൾ. ആ ഡെപ്തിലോട്ട് നമുക്ക് കൊടുക്കും. നമുക്കിവിടെ സമയപരിധികളുണ്ട്. നമ്മൾ ഈ ചർച്ച നമ്മൾ വളരെ ചുരുക്കിയാണ് നമ്മൾ ചെയ്യുന്നത്. നമ്മൾ ആ ഡെപ്തിലോട്ട് പോകുന്നില്ല. നിങ്ങൾക്ക് ഡെപ്തുകളെല്ലാം അറിയാവുന്നവരല്ലേ? തീർച്ചയായിട്ടും എല്ലാവർക്കും അറിയാം അല്ലേ? പിന്നെ ആർക്കും അറിയാത്തതായിട്ടില്ലല്ലോ. എല്ലാവർക്കും കാര്യങ്ങൾ. ഇവിടെ അനീതിയുടെ ഭാഗത്ത് നിന്നുകൊണ്ട് നീതി കൽക്കരിക്കുക, നീതിയുടെ ഭാഗത്ത് നിന്നുകൊണ്ട് നീതി കൽക്കുന്നവരുന്നുണ്ട്. പക്ഷെ ഇവിടെ സമാധാനം എങ്ങനെ ഉണ്ടാവും എന്നുള്ളതാണ് നമ്മൾ ഇനി അങ്ങോട്ട് നമ്മൾ ചർച്ച ചെയ്യേണ്ടത്. ഇതൊരു നല്ലൊരു വിഷയമാണ്. കാരണം നമ്മൾ സമാധാനത്തിനെയല്ലേ ആഗ്രഹിക്കേണ്ടത്. അപ്പോൾ നമ്മൾ രണ്ടുപേരും തമ്മിൽ അടി കൂടുമ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യും? വിട്ടുകള എന്ന് പോട്ടെ എന്ന് പറഞ്ഞ് തട്ടി വിടുകയല്ലേ ചെയ്യുക. അതല്ലേ ചെയ്യുക. എന്നിട്ട് അതിന് സമാധാനമല്ലേ ചെയ്യേണ്ടത്. തീർച്ചയായിട്ടും. പിന്നെ രണ്ടുപേരും തമ്മിൽ പരിഹരിക്കാൻ പറ്റാത്തൊരു വിഷയം ഉണ്ടല്ലോ, മുകളിൽ ഒരാളുണ്ടല്ലോ, ഇത് മതത്തിന്റെ പേരിലാണല്ലോ ഇത് ഇവർ ചെയ്യുന്നത്. എന്താ മുകളിൽ ഒരാൾക്ക് ബലമില്ലേ? നീതിപരമായിട്ട് ഒരുത്തനുണ്ടെങ്കിൽ അതിന് നീതി കൊടുക്കാൻ മുകളിൽ ഒരാൾക്ക് ബലം ഉണ്ടല്ലോ. അല്ല, എന്റെ അഭിപ്രായത്തിൽ പറഞ്ഞാൽ ഈ മുകളിൽ ഒരാളത്തെ ബലം വെച്ച് ഒരു പക്ഷേ ഇത് പരിഹാരം ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. മനുഷ്യരതിന് ശ്രമിക്കത്തില്ല. ഇത് മുകളിൽ ഒരാൾ ശ്രമിക്കും, പക്ഷെ മനുഷ്യരെ ശ്രമിക്കത്തില്ല. അവർ തന്നെ അടിച്ചു തീർക്കാൻ നോക്കും. അതെ, അതാണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രേക്ഷകരോട് എനിക്ക് പറയാനുള്ളത്, ഈ യുദ്ധം മനുഷ്യനെ ആകെ കുലച്ചിരിക്കുകയാണ്. യുദ്ധം ഒരു പരിഹാരമല്ല, ഒന്നിനും ഒരു പരിഹാരമല്ല. അപ്പൊ ഇവിടെ എങ്ങനെ സമാധാനം ഉണ്ടാവും? എത്ര നിരപരാധികളാണ് ഇതെന്ന് പറഞ്ഞ് മരിക്കുന്നത്? കുട്ടികൾ മരിക്കുന്നു. ഒരു സ്കൂളിലെ കുട്ടികൾ എത്ര നിരപരാധികളാണ്. നീതിക്കുള്ളവരായിക്കോട്ടെ അനീതിക്കുള്ളവരായിക്കോട്ടെ നിരപരാധികളല്ലേ മരിക്കുന്നത്. അപ്പൊ നമ്മൾ ഇതിപ്പോ ഒരു ഉപവാസകാലം അല്ലെ? ഉപവാസകാലം. ഈ ഉപവാസകാലം സമാധാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. മതം എന്തോ ആയിക്കോട്ടെ, നമ്മളെല്ലാം മനുഷ്യരാണ്. നാം സമാധാനത്തിന് വേണ്ടി പ്രാർത്ഥിച്ച് നമ്മുടെ മനസ്സുകളിൽ സമാധാനം ഉണ്ടാകട്ടെ, ഹൃദയങ്ങളിൽ സമാധാനം ഉണ്ടാകട്ടെ, എല്ലാവർക്കും നന്മ വരട്ടെ, എല്ലാവരും നന്നാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഈ ചർച്ച ഇത് തുടർന്ന് നമുക്ക് വെക്കാം. ഇതും ഒരു വിഷയമാണ്. ഇതിൽ നമുക്ക് ആഴത്തിൽ കടക്കേണ്ടതായിട്ടുണ്ട്. അതുവരെ നന്ദി, നമസ്കാരം.